ഗുഡ്നസ് ടി വിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണുകയുണ്ടായി തൊഴിൽ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, അവിടെ നമ്മൾ എങ്ങനെയൊക്കെയാണ് മാറേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള കാലത്തെ നമ്മൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു, ആ സ്ഥാപനത്തിൻ്റെ റേറ്റിംഗ് എന്താണ്, വെയിറ്റേജ് എന്താണ്, ഇതെല്ലാം നമ്മുടെ തൊഴിൽദാതാവ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളിവിടെ കേരള യൂണിവേഴ്സിറ്റിയിലോ അല്ലെ MG യൂണിവേഴ്സിറ്റിയിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ പഠിച്ച് കിട്ടിയ സർട്ടിഫിക്കറ്റിൻ്റെ വിലയല്ല JNU പഠിച്ചാൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ പഠിച്ചാൽ കിട്ടുന്നത്. അവരുടെയൊക്കെ സ്ഥാപനത്തിൻ്റെ നെറ്റ്വർക്ക് ഭയങ്കരമാണ്, വെയിറ്റേജ് ഭയങ്കരമാണ്. അത് നമ്മളെ വലിയ വലിയ ഓർബിറ്റിലേക്ക് നമ്മളെ എത്തിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ കേരള യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച ഹിസ്റ്ററി തന്നെയായിരിക്കാം JNU പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ MG യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച ഫിസിക്സ് തന്നെയായിരിക്കാം ഓക്സ്ഫോർഡിൽ പഠിപ്പിക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. പക്ഷേ ഇപ്പം JNUയിലോ അല്ലെ ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ ഒക്കെ പഠിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതൊക്കെ പോസിബിളാണോ? ഒരുപക്ഷെ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ അതൊക്കെ നമുക്ക് പലപ്പോഴും സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കത്തുള്ളായിരുന്നു. ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിലോ ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ ഒക്കെ പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ കാലം മാറി, കഥ മാറി. ഇന്ന് നിങ്ങളുടെ കുട്ടികളെയും ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഓക്സ്ഫോർഡിലെയോ മറ്റു വിദേശ യൂണിവേഴ്സിറ്റിയിലെയോ ഒക്കെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുവാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ന് വിദ്യാഭ്യാസ രംഗം മാറിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. അത് 1885 സ്ഥാപിച്ചതാണ്. അവിടുത്തെ ഒരു പ്രൊഫസർ ആരംഭിച്ച ഒരു കോഴ്സാണ് കോഴ്സെറ എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഈ 140 വർഷം ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതിൻ്റെ 10 മടങ്ങ് ആൾക്കാരാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ആ കോഴ്സെറ കോഴ്സുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 2012-13 കാലഘട്ടത്തിൽ ആരംഭിച്ച് 2022-23 കാലഘട്ടമായപ്പോഴത്തേക്ക് ഏതാണ്ട് 76 ലക്ഷം പേർ ആ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പം രജിസ്റ്റർ ചെയ്ത് ആ കോഴ്സുകൾ പഠിക്കുന്നു. ഇത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ മാത്രമല്ല സർട്ടിഫിക്കറ്റ് അല്ല കിട്ടുന്നത്. നിങ്ങൾക്ക് ആ കോഴ്സിൽ കയറി, ആ കോഴ്സിൽ കയറി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോ കേംബ്രിഡ്ജിൻ്റെയോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെയോ അങ്ങനെ ലോകത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റികളിലെയോ ഒക്കെ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ ഇന്ന് ചെയ്യുവാൻ സാധിക്കും. ഏതാണ്ട് 14,000-ഓളം കോഴ്സുകൾ ഈ കോഴ്സെറയുടെ കീഴിൽ ഇന്ന് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അത് 1 മാസത്തെ കോഴ്സുണ്ട്, 3 മാസത്തെ കോഴ്സുണ്ട്, 6 മാസത്തെ ഉണ്ട്, ഒരു വർഷത്തെ ഉണ്ട്, വർഷങ്ങൾ നീളുന്ന വിവിധ തരം കോഴ്സുകൾ ഉണ്ട്. അതുപോലെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കരസ്ഥമാക്കിയാൽ നമ്മൾ ഇവിടെ റാങ്ക് വാങ്ങിച്ച് കിട്ടുന്നില്ല, ഇപ്പം ഇതിനെക്കാട്ടിലും ഒക്കെ 10 മടങ്ങ് വെയിറ്റേജ് ആയിരിക്കും അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റിനെ ജസ്റ്റ് പാസ് ഉള്ളെങ്കിലും കിട്ടുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം 10ാം ക്ലാസ്സിലെ അല്ലെ +2ൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പം എക്സാം കഴിഞ്ഞു, ഇപ്പം അവധിയിലേക്ക് പ്രവേശിക്കും. ഈ അവധിയിലേക്ക് പ്രവേശിച്ചു. പിന്നെ അവരടുത്ത തലത്തിലേക്ക് 10th കഴിഞ്ഞവർക്ക് +2ലേക്ക് കയറാനോ അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക് അടുത്ത ഡിഗ്രിക്കോ മറ്റെന്തെങ്കിലും കോഴ്സിലേക്ക് ചെല്ലുവാൻ ഇനി 3-4 മാസത്തെ ഗ്യാപ്പുകളുണ്ട്. ഈ സമയത്ത് സാധാരണ നമ്മുടെ കുട്ടികൾ എന്നെയും ഇങ്ങനെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുക, എപ്പോഴും മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കും. അതേസമയം ലൈഫിൽ സക്സീഡ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സെറയുടെ ഒരു 3 മാസത്തെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള
ഏതെങ്കിലും ഒരു കോഴ്സുകൾ എടുത്ത് ചെയ്ത് ഈ ഗ്യാപ്പിനിടയ്ക്ക് അടുത്ത നിങ്ങൾ 10ലേക്ക് നിന്ന് +2ലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഡിഗ്രിയിലേക്ക് കയറുന്ന ആ 3-4 മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനിടയ്ക്ക് ഈ ഒരു 3 മാസത്തെ കോഴ്സ് സർട്ടിഫിക്കറ്റ് എടുത്ത് നിങ്ങൾ കൈവശം വെക്കുകയാണ് എങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളുടെ ഒരു റെസ്യൂമി സബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഈ 3 മാസത്തെ സർട്ടിഫിക്കറ്റിൻ്റെ കോഴ്സ് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് അതിഭയങ്കരമായിരിക്കും. അതുമല്ല, അവർക്ക് നിങ്ങളെപ്പറ്റി ഞാൻ എപ്പോഴും ഇൻ്റർവ്യൂവിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ഇൻ്റർവ്യൂ ബോർഡിലേക്ക് ചെല്ലുമ്പോൾ ആ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തകളാണ് നിങ്ങളെ വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ ഇൻ്റർവ്യൂ ഹൗ ടു ഫേസ് ആൻ ഇൻ്റർവ്യൂ എന്നുള്ള എപ്പിസോഡിൻ്റെ ഒരിക്കൽ ഞാൻ പറയുകയുണ്ടായി. അന്നേരം തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു താല്പര്യം ഭയങ്കരമായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ബാക്കി എല്ലാ കുട്ടികളും ഈ അവധിക്കാലത്തിന് ഇങ്ങനെ തെക്കും വടക്കും നടക്കുകയും അല്ലെങ്കിൽ മൊബൈലിൽ തോണ്ടിക്കൊണ്ടേ കുത്തിക്കൊണ്ട് ഇരുന്നപ്പം ബാക്കി എല്ലാ കുട്ടികളും ഈ അവധിക്കാലത്ത് തെക്കും വടക്കും നടക്കുകയും അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടേയും തോണ്ടിക്കൊണ്ടേയും ഒക്കെ ഇരുന്ന് സമയം കളഞ്ഞപ്പം ഒരാൾ ഇതുപോലെ ഈ കോഴ്സെറയുടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ബോർഡുകാർക്ക് മനസ്സിലാകും അവന് സമയത്തിൻ്റെ വില എത്രയാണ് എന്ന് നല്ല ബോധ്യമുണ്ട്. അവൻ്റെ ഒരു നിമിഷം പോലും വേസ്റ്റാക്കാതെ ആ ഗ്യാപ്പ് കിട്ടിയപ്പോൾ പോലും അവനൊരു കോഴ്സ് എടുത്ത് പ്രമുഖ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സ് എടുത്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി അവരെ ഒക്കെയാണ് എങ്ങനെ എടുക്കാം എന്നായിരിക്കും പലപ്പോഴും ആ ഇൻ്റർവ്യൂ ബോർഡുകാരെ ശ്രമിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ഈ കോഴ്സെറയെ പറ്റിയുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് ഇപ്പം ഇതുപോലുള്ള ഒരു ചെറിയ എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞ് ഉള്ളിൽ വിസ്തരിക്കാൻ സാധിക്കത്തില്ല. ഞാനൊരു ക്ലൂ തന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് അതിനകത്ത് നമ്മുടെ സൈറ്റുകളിൽ കിടപ്പുണ്ട്. അത് മനസ്സിലാക്കി കുട്ടികളും മാതാപിതാക്കളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ഓപ്പർച്യൂണിറ്റീസുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പണ്ടൊക്കെ പഠന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-25 വയസ്സ് വരെ പരമാവധി അങ്ങോട്ട് പഠിക്കുക, PG പോകാൻ പറ്റുമെങ്കിൽ PG വരെ പോവുക, അതിനുശേഷം ഒരു തൊഴിൽ അന്വേഷിക്കുക, എന്നിട്ട് ഒരു തൊഴിൽ കയറുക. അതൊക്കെയായിരുന്നു അന്നത്തെ പഴയ കാലത്തെ രീതി. എന്നാൽ ഇന്ന് അതല്ല. ഇന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു ഡിഗ്രി കഴിയുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തൊഴിൽ രംഗത്ത് പ്രവേശിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ അനിവാര്യം. അതിനുശേഷം ആവശ്യങ്ങൾക്കനുസരിച്ച് ആ തൊഴിലിന് കാലം എന്നും ഇങ്ങനെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട മാറ്റങ്ങൾക്കനുസരിച്ച് എന്നും പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ അവിടുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയരങ്ങൾ തേടുവാൻ സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ ടെക്നോളജി മാറുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിക്ചറിൽ നിന്നും ഔട്ടാകും. മറ്റുള്ളവർ അവിടെ രംഗപ്രവേശനം ചെയ്യുന്ന അവസ്ഥ വരും. അതായത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എപ്പോഴും ഓർത്തുള്ളൂ, എന്നും വിദ്യാർത്ഥിയായിരിക്കുക, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുക. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ PWDയിലോ KSEBയിലോ ഇറിഗേഷനിലോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു AE ആയിട്ട് കയറി, AE ഒരു 4-5 വർഷം കഴിയുമ്പോൾ തന്നെ AXC ആയി, AXC എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂപ്രണ്ടിങ് എഞ്ചിനീയറായി, ഒരു 52 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ 55 വയസ്സാകുമ്പോഴത്തേന് ചീഫ് എഞ്ചിനീയറായി. അപ്പോഴത്തേക്കും ഭയങ്കര ശമ്പളവും പിന്നെ വലിയ പെൻഷനും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. അങ്ങനെ നമുക്ക് ഉയരാൻ സാധിക്കണമെങ്കിൽ ആ ദിനം പ്രതി ടെക്നോളജികൾ മാറുന്നതനുസരിച്ച് നമുക്കും മാറ്റം വരുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഔട്ടായി പോകും. പണ്ടൊക്കെ കമ്പ്യൂട്ടർ വന്നപ്പം നമുക്ക് അറിയാവുന്ന തൊഴിൽ രംഗത്ത് ഒത്തിരി തൊഴിൽ രംഗം നഷ്ടപ്പെടും എന്ന ഭയങ്കര പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുകയുണ്ടായി. പക്ഷെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ വന്നപ്പം അവിടെ വേറെ അവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ഇപ്പം ഞാൻ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട് വന്നപ്പോൾ തൊഴിൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പുതിയ തൊഴിൽ അവിടെ ക്രിയേറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇപ്പം കമ്പ്യൂട്ടർക്ക് വന്നപ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്കറിയാം, കൊച്ചിലെയൊക്കെ ഒരു ബാങ്കിലെ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രായം ചെന്ന ആൾക്കാരായിരുന്നു. ഒരു റിട്ടയർഡ് ആകുമ്പോഴത്തേനായിരുന്നു ഒരാൾക്കൊക്കെ ഒരു മാനേജറാകാൻ സാധാരണ ബാങ്കിലൊക്കെ സാധിക്കുന്നത്. ചെറുപ്പക്കാരും മാനേജറായിട്ടിരുന്നെന്ന് കണ്ടിട്ടില്ല.
പക്ഷേ ഈ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പം, ആ പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞപ്പം, അന്ന് അല്ലെങ്കിൽ അവിടെ ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ടോ മാനേജറായിട്ടോ പ്രൊമോഷൻ കിട്ടേണ്ട ആൾക്കാർക്കൊന്നും പ്രൊമോഷൻ കൊടുത്തില്ല. എന്ത് ചെയ്തു? അവിടെ കമ്പ്യൂട്ടർ നോളജ് ഉള്ള ചെറുപ്പക്കാരെ അവിടെ മാനേജറായിട്ട് വെച്ചു. അവർക്കൊരിക്കലും മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. അതാ ടെക്നോളജി എന്നൊന്നും ഇപ്പം നമുക്കറിയാം, ഓരോ ദിനം പ്രതി ടെക്നോളജികൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതനുസരിച്ച് നമ്മളും മാറുവാൻ സാധിക്കുന്ന തലത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തി എടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു എംടെക്കിന് ചേർന്ന ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്നെ ടീച്ചിങ്ങിന് പോകാൻ താല്പര്യമുണ്ടോ? അയ്യോ, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മേഖലയാണ്. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് എംടെക്കിന് പോകുന്നത്? ചുമ്മാ നമ്മുടെ ആൾക്കാർ ഇതാണ്, ബിടെക് കഴിഞ്ഞു എംടെക്കിന് പോയി. എന്തിനാണ് എംടെക്കിന് പോകുമ്പോൾ എന്താണ് അവിടെ ജോലി സാധ്യത ഉള്ളത്? ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിപ്പിക്കാം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ശമ്പളം കിട്ടുന്നതെന്ന് ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതേസമയം അതിനോട് പാഷനുണ്ട്, അല്ലെങ്കിൽ അതിന് പിന്നെ PG ചെയ്തു, അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് പിന്നെ PhD എടുക്കാനോ അങ്ങനെയൊക്കെ അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിന് പോവുക. അല്ലാത്തവർക്ക് സംബന്ധിച്ചിടത്തോളം ഈ ടീച്ചിങ് മേഖലയ്ക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു എംടെക്കിന് പോയിട്ട് കാര്യമില്ല. അവർ അതേസമയം ആ ബിടെക് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് കയറി ആ 2 വർഷം എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനെ ഇവർക്ക് ചിലപ്പോൾ അന്ന് ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപ പാക്കേജിൽ കയറി ഈ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവരെ ചിലപ്പോൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിന് ഇരട്ടി ശമ്പളത്തിന് മറ്റ് സ്ഥാപനങ്ങൾ അവരെ ഹയർ ചെയ്യും. പക്ഷേ അന്നേരം തന്നെ എംടെക് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ അന്നേരവും ഒന്നേന്ന് തന്നെ തുടങ്ങണം. ചിലപ്പം കൂടെ പഠിച്ച ബിടെക്കുകാർ അന്നേരത്തെ 2 വർഷം സർവീസ് ചെയ്യുന്നതിന് മുമ്പിൽ പോകുമ്പം അവരുടെ പകുതി ശമ്പളത്തിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ വരും. അന്നേരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ ചുമ്മാ കുറേ കോഴ്സുകൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുപോലെ +2 കഴിയുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ലിങ്ക്ഡിൻ അക്കൗണ്ട്? ഇന്ന് ഒരു 1000 പേരിരിക്കുന്ന കുട്ടികളിരിക്കുന്ന +2 ഇരിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ ഇരിക്കുന്ന വേദിയിൽ ചോദിച്ചാൽ പോലും വല്ല 1-2 പേർക്ക് അറിയാവുന്നതല്ലാണ്ട് അത് കൂടുതൽ ആർക്കും അറിയത്തില്ല എന്താണ് ലിങ്ക്ഡിൻ അക്കൗണ്ട് എന്നത്. എന്നാൽ തീർച്ചയായിട്ടും ഒരു +2 കഴിയുമ്പോൾ തൊട്ടെങ്കിലും നമ്മൾ എടുക്കേണ്ട ഒരു അക്കൗണ്ടാണ് ലിങ്ക്ഡിൻ അക്കൗണ്ട്. അത് നമ്മുടെ പ്രൊഫഷണൽ അക്കൗണ്ടാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഫോണിൽ പേഴ്സണൽ അക്കൗണ്ടുണ്ട്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ അതൊക്കെ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായ ലിങ്ക്ഡിൻ ആവശ്യമുണ്ട്. അതിലേക്ക് ഒരു +2 കഴിയുമ്പോൾ തൊട്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെല്ലാം തലത്തിൽ നേട്ടങ്ങൾ കിട്ടുന്നോ അതെല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ക്വിസ് കോമ്പറ്റീഷന് സമ്മാനങ്ങൾ ലഭിച്ചു, അത് അപ്ഡേറ്റ് ചെയ്യുക. സ്പോർട്സ് ലഭിച്ചു, ആർട്സ് ലഭിച്ചു, അല്ലെ എഡ്യൂക്കേഷണൽ ലഭിച്ചു, അങ്ങനെ ഏത് മേഖലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങളെല്ലാം അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് തൊഴിൽ തരുന്നത് ലിങ്ക്ഡിൻ അക്കൗണ്ട് വഴിയാണ്. ഇനി നമ്മൾ തൊഴിൽ അന്വേഷിച്ച് ആരുടെയും വാതിക്കൽ മുട്ടുന്ന കാലഘട്ടമൊക്കെ അവസാനിക്കുകയാണ്. ഇനി കഴിവുള്ളവരെ തേടി അവസരങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. അതിന് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തായിരിക്കണം? നമ്മുടെ പ്രൊഫൈൽ എവിടെ കാണണം? ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓഫർ കിട്ടത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പം ഇൻഫോസിസിൽ 1000 പേരെ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുക. അവർ ലിങ്ക്ഡിൻ അക്കൗണ്ടിനോട് ആവശ്യപ്പെടും. അവരുടെ കയ്യിൽ കോടിക്കണക്കിന് ആൾക്കാരുടെ ലിസ്റ്റുകളല്ലേ ലിങ്ക്ഡിൻ അക്കൗണ്ടിലുള്ളത്. അതിൽ നിന്നും ഈ ഇൻഫോസിസിന് ആവശ്യമുള്ള ഒരു 2000 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് അത് ചെയ്യുന്നത് കേട്ടോ. തയ്യാറാക്കി ഈ 2000 പേരും ഈ ഇൻഫോസിസിലെ ഈ ജോലിക്ക് 100% ആപ്റ്റാണ്. അതിനുശേഷം നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കയറി ഒരു സെർച്ചിങ് ഉണ്ട്. അതായത് അവരുടെ വാട്സാപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഒക്കെ കയറി ഒരു സെർച്ചിങ് ഉണ്ട്. നമ്മളിത് എന്നോ നമ്മുടെ ഈ വാട്സാപ്പ് എന്ന് തുടങ്ങി അന്ന് തൊട്ടേ ഇത് എന്ന് സെർച്ച് ചെയ്യുന്ന ആ കാലഘട്ടം വരെ നമ്മൾ 70
വീഡിയോ കാണുമോ, 70 ലൈക്ക് ചെയ്യുമോ, 70 കമൻ്റ് ഇടുകയോ, 70 പോസ്റ്റ് ഇടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചിലപ്പോൾ അത് 8-10 വർഷത്തെ കാലഘട്ടം കാണുമായിരിക്കാം. നമ്മളിത് വാട്സാപ്പ് എടുത്തപ്പോൾ തൊട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ നമുക്ക് തൊഴിൽ തരുവാൻ വേണ്ടി നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ കയറി സെർച്ച് ചെയ്യുന്ന ആ ഡ്യൂറേഷനിൽ ഇത്രയും വെറും 70 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് റിപ്പോർട്ട് ചെയ്യും. 250 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളെ പറ്റി പറയുന്നതിനേക്കാളും നല്ല ഒന്നാന്തരമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ റിപ്പോർട്ട് കൊടുക്കും. 500 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെപ്പറ്റി പറയുന്നതിനേക്കാളും നല്ല ഒന്നാന്തരമായിട്ട് റിപ്പോർട്ട് കൊടുക്കും. അന്നേരം തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ മൊബൈലൊക്കെ വളരെ ആവശ്യമാണ്, വേണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ അത് ഇലക്ട്രിസിറ്റി പോലെയാണ്. സൂക്ഷിച്ചാൽ വളരെയേറെ പ്രയോജനം കിട്ടും, സൂക്ഷിച്ചില്ലെങ്കിലോ അത് നമ്മളെ കരിച്ചു കളയും എന്ന കാര്യം എന്നെ കേൾക്കുന്ന ഓരോ കുട്ടികൾക്കും മനസ്സിൽ ഒന്ന് കുറിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം 8-ന് പണി കിട്ടുന്നത് ഏതിലായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് ഉപരിയായിട്ടായിരിക്കും നമുക്ക് പണി കിട്ടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. സ്കൂൾ തലത്തിലൊക്കെ നന്നായി പെർഫോം ചെയ്ത് മാർക്കും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്ത പല കുട്ടികളും ലൈഫിൽ വലുതായിട്ട് സക്സീഡായി കാണുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ആ കുട്ടികളുടെ അഭിരുചി, ഇൻബോൺ ടാലൻ്റ് എന്താണ് എന്ന് യഥാവിധം മനസ്സിലാക്കാതെ തെറ്റായ ട്രാക്കിലേക്ക് ആ കുട്ടിയെ പിടിച്ചിട്ടത് കൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ സംഭവിക്കുന്നത്. പലപ്പോഴും പലരിലും കാണുവാൻ സാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. അന്നേരം തീർച്ചയായിട്ടും നമ്മളുടെ ടാലൻ്റ്, നമ്മുടെ കുട്ടികളുടെ ടാലൻ്റ് എന്താണ് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി ആ ട്രാക്കിലേക്ക് അവരെ പിടിച്ചിട്ടാൽ അത് അവർ കുതിച്ചു പാഞ്ഞോളും. അതേസമയം തെറ്റായ ട്രാക്കിലേക്കാണ് പിടിച്ചിടുന്നതെങ്കിൽ അതൊരു വലിയ ട്രാജഡിയായിട്ട്, ദുരന്തമായിട്ട് മാറും. അതിൽ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ടാലൻ്റൊക്കെ കണ്ടുപിടിക്കുന്നത്? പലപ്പോഴും ഇന്ന് അടുത്ത കാലം വരെ നമ്മൾ ഏതെങ്കിലും കൗൺസിലർ ഒരിക്കൽ ചെന്നു, അവർ ഗവാർഡ്സ് ഗാർഡ് തിയറി എന്ന് പറഞ്ഞൊരു തിയറിയാണ് സാധാരണ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് വെച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, നമ്മളതിനെ കൊടുക്കുന്ന ആൻസറിനെ ബേസ് ചെയ്ത് ആണ് അവർ പറയുന്നതായിരുന്ന രീതിയായിരുന്നു ഇതുവരെ അപ്ലൈ ചെയ്തു പോകുന്നിരുന്നതായി. എന്നാൽ അത് പക്ഷേ പലപ്പോഴും നമ്മൾ പറയുന്നത് തെറ്റായ ഇൻഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അത് വെച്ചായിരിക്കും അവർ അസസ് ചെയ്യുന്നത്. എന്നാൽ ടെക്നോളജിയൊക്കെ ഇന്നും മാറി. ഇപ്പം നമ്മുടെ ടാലൻ്റ് എന്താണ്, നമ്മൾ ഏതൊക്കെ കോഴ്സുകൾ പോകണം, നമ്മുടെ സ്കിൽസ് എന്താണ്, ഇതിനെല്ലാം നമ്മൾക്കിപ്പം ഒരു സ്കാൻ ചെയ്ത് നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യാറില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് ഒന്നും ഘടിപ്പിക്കത്തില്ല. ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ പോയി 20 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അവർ തരുന്ന ഒരു 10-25 പിക്ചറുകൾ കാണിക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് അത് ആൻസർ ചെയ്യും. അപ്പോൾ തന്നെ ഒരു സ്കാനിങ് റിപ്പോർട്ട് പോലെ തന്നെ നമ്മളുടെ അഭിരുചികൾ, ടാലൻറ്റുകൾ മനസ്സിലാക്കി ഒരു സ്കാനിങ് റിപ്പോർട്ട് പോലെ തന്നെ തരുന്ന സംവിധാനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ലോകത്തെ, നമ്മുടെ നാട്ടിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ കുട്ടികളുടെ അഭിരുചി എന്താണ് എന്ന്, അല്ലെ അവരെ ഏത് കോഴ്സിലേക്ക് വിടണം എന്നൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പം ഒരു ഉദാഹരണം, ഇപ്പം ഒരു കുട്ടിയോട് ചോദിക്കാം, മോൻ്റെ പിതാവിനെ ഇഷ്ടമാണോ, ഫാദറിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പം ചിലപ്പം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ, പക്ഷേ സിസ്റ്റം അനലൈസ് ചെയ്യുന്നത് ആ ഉപബോധ മനസ്സിലെ ചിന്ത ഇഷ്ടമല്ല എന്നുള്ള ചിന്തയായിരിക്കും അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ കൃത്യമായി നമ്മുടെ ഉപബോധം മനസ്സിലല്ലാണ്ട് നമ്മൾ പറയുന്ന ആൻസറിനെ വെച്ചല്ല, ആ അന്നേരം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഉപബോധ മനസ്സിലുള്ള ശരിയും തെറ്റും എന്താണ് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് അവരുടെ ടാലൻറ്റുകൾ എന്നാന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുന്ന ആ സംവിധാനങ്ങളെ അതിനെയാണ് സീന എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. സീന എന്ന് പറഞ്ഞാൽ യു നോ യുവർ സെൽഫ്. ഈ ഒരു സിസ്റ്റം ഇപ്പം ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ഫിൻലാൻഡിലാണ്. സീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫിനിഷ് ലാംഗ്വേജാണ്, ഭാഷയാണ്. ആ ഒരു ടെസ്റ്റിൽ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസ് പ്രൊഫൈല്, അതുപോലെ ഒരു +2 കഴിഞ്ഞിട്ട് നമ്മളെ ആ ഇൻ്റലിജൻസ് പ്രൊഫൈലിനകത്ത് 1, 2, 3, 4, 5 അങ്ങനെ 10 സ്റ്റേജ് വരെ ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് ഇട്ട് നമുക്ക്
വരികയാണ്. അതുപോലെ തന്നെ ഒരു +2 കഴിഞ്ഞിട്ട് ഏതൊക്കെ മേഖലകളിൽ പോകാനാണ് ഈ കാൻഡിഡേറ്റിന് പ്രയോജനപ്പെടുന്നത്, അതും അതിൻ്റെ സാധ്യതകൾ പെർസെൻറ്റേജ് അനുസരിച്ച് 1, 2, 3, 4, 5 ഇങ്ങനെ 10 സ്റ്റേജിലേക്ക്. പിന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഏത് മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ ഉചിതം, അതിനും 1, 2, 3 വെച്ച് ഇങ്ങനെ. പിന്നെ ഇൻബോൺ സ്കിൽസ് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു റിപ്പോർട്ട് വരികയാണ്. അതിന് തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച് അതിനനുസരിച്ചുള്ള മേഖലകളിൽ ആ വിദ്യാഭ്യാസ രംഗത്ത് ആ കുട്ടിയെ വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ അഭിരുചിക്ക് അനുസൃതമായ മേഖലകളിൽ അവന് ചെല്ലുവാൻ സാധിക്കും. അവിടെ തീർച്ചയായിട്ടും സക്സീഡ് ആകുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.